ഹലോ എവരിവൺ, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ആയി ഞാനൊരു ലോങ് വീഡിയോയിലൊക്കെ വന്നിട്ട് ഞാൻ എന്നും ഇങ്ങനെ ലോങ് വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കും കേട്ടോ. എപ്പോഴും പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ഒരു തിരക്കായിട്ട് നമുക്ക് എടുക്കാൻ പറ്റാറില്ല. അപ്പോൾ ഇന്ന് വിചാരിച്ചു, ഇന്ന് അങ്ങനെ പ്രത്യേകിച്ചൊരു പ്ലാനൊന്നുമില്ല, ഒരു നോർമൽ ഒരു ഡേ ആണ്. പ്രത്യേകിച്ച് അങ്ങനെ പുറത്ത് പോകാനോ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ എന്നാലും എനിക്ക് കുറേ വീഡിയോ എടുക്കാത്തതുകൊണ്ട് വീഡിയോ എടുക്കാനൊരാഗ്രഹം, അങ്ങനെ എടുക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ ഇന്നങ്ങനെ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, പ്രത്യേകിച്ച് ഒരു പരിപാടിയൊന്നുമില്ല. ആശി വർക്കിലാണ്, ആശി എത്തിയിട്ടില്ല, റൂമോൾ ഉറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അവൾ എണീച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ താഴെ കടയിൽ പോയിട്ട് 1-2 സാധനങ്ങളൊക്കെ വാങ്ങണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കട്ടെ, അവളെ എണീക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കും. ഇപ്പോൾ ഇവിടെ ചൂടാണല്ലോ, ചൂടുകാലം തുടങ്ങിയപ്പോൾ എൻ്റെ റൂമുകളുടെയും പ്രധാന പരിപാടി ഇതാണ് കേട്ടോ. കാരണം നമുക്കിപ്പോൾ പാർക്കിലൊന്നും അങ്ങനെ റൂമുകൾ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റണില്ല, കാരണം നല്ല ചൂടാണ്. ഈ ചൂട് എനിക്കും റൂമുകൾക്കൊന്നും പറ്റുന്നില്ല. നമുക്ക് ബോഡിയിലൊക്കെ റാഷസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വരുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നും ഇങ്ങനെ ഈ ചൂടും കൊണ്ട് പോകണ്ട എന്നുള്ളത്. പിന്നെ കുട്ടികൾ ഈ റൂമിൽ മാത്രമാകുമ്പോൾ അവർക്കും അതൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പം അതുകൊണ്ട് ഞാനും അവൾ എന്നും ടൈം ഫ്രീ ഉണ്ടെങ്കിൽ അപ്പം ഇറങ്ങും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടിയായിട്ട്. ചിലപ്പോൾ ഒരു സാധനം വാങ്ങാനൊന്നും ഉണ്ടാവില്ല, വെറുതെ ഒന്ന് കറങ്ങി അടിച്ചിട്ടൊക്കെ വരും കേട്ടോ. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പ്രധാന പരിപാടികൾ. ഏതായാലും റൂമോൾ എണീച്ചിട്ടില്ല, അവൾ ഉറങ്ങട്ടെ. അവൾ ഉണരുന്നവരെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മിണ്ടിയും പറഞ്ഞിട്ടിരിക്കുക. ആശി വർക്കിലാണ് കേട്ടോ. ആശി എത്താൻ കുറച്ച് ടൈം എടുക്കും. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, എൻ്റെ വർക്കിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഒരു ഫാഷൻ ഡിസൈനറാണ് കേട്ടോ. ഡിസൈനറാണോ എന്ന് ചോദിച്ചാൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ പഠിക്കുന്നുമുണ്ട്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഞാൻ ഫ്രീലാൻസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഇപ്പം നാട്ടുപോക്കും എൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഫ്രീലാൻസ് വർക്ക് ചെയ്തിട്ടും ഇപ്പോൾ ഒരു 2-3 മാസമൊക്കെ ആയി. ഇനി ഒക്കെ ഒന്ന് ട്രാക്ക് കയറണം, ഒക്കെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം. പിന്നെ ഈ ഡിസൈനിങ്ങിനെ കുറിച്ച് എൻ്റെ അടുത്ത് ഒരുപാട് പേര് പേഴ്സണലി മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം, ഞാനൊരു വ്ളോഗായിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ അതൊരു ഇൻഫർമേറ്റീവ് ആവുമല്ലോ. പിന്നെ എനിക്കൊരു നിർബന്ധമുണ്ട്, ഞാൻ ആ വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ അറിവിലുള്ള കാര്യങ്ങൾ അല്ലാണ്ട് അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും തരാൻ പറ്റണം എന്നുള്ളത്. ഞാനെന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അത്യാവശ്യം കുറച്ച് കാലമായിട്ടോ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. അതേ സമയം തന്നെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ കുറച്ച് പരിചയമുണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ലെക്ചേഴ്സൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അവരുടെ അടുത്ത് നിന്നും കൂടെ കുറച്ച് ഇൻഫർമേഷനൊക്കെ കളക്ട് ചെയ്തിട്ട് ഞാനൊരു വ്ളോഗായിട്ട് ചെയ്യാമെന്നുള്ള പ്ലാനാണ്. അതാവുമ്പോൾ കുറച്ച് ഇപ്പോൾ അത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉപകാരപ്പെടുമല്ലോ. അപ്പം അത് നമുക്കൊരു വേറെ വ്ളോഗായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ റൂമോൾ എണീച്ചിട്ടുണ്ടെന്ന് തോന്നണം, അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. അവളെ എടുത്തിട്ട് അവൾ റെഡി. അപ്പോൾ അതാ നമ്മളെ റൂമോൾ എണീച്ചിട്ടുണ്ട് കേട്ടോ. ഹലോ. അപ്പം ഞാനിവളെ റെഡി ആക്കട്ടെ. ഞാനിത് അവിടെ റൂമുകൾക്കുള്ള പാലും സ്നാക്സൊക്കെ അവൾ എണീക്കുമ്പോഴത്തേന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിതൊക്കെ കൊടുത്തിട്ട് അവളിന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ റൂമുകൾ ഇത് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനിങ്ങനെ പിടിച്ച് കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇപ്പം തന്നെ വലിച്ചു ഊരും. ഇപ്പോൾ മുടി വളർന്നുണ്ട്, ഞങ്ങൾക്ക് വളർത്താൻ ഇഷ്ടമുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ വളർത്താൻ നോക്കുകയാണ് കേട്ടോ. ഹലോ, പോവല്ലേ നമുക്ക് ബ്രൂ പോവല്ലേ? ഉറക്കുന്ന ഇച്ചിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ റെഡിയാവും ഞങ്ങൾ. വാ പോവാ. അമ്മയിപ്പോൾ ഏകദേശം 4 മണിയൊക്കെ കഴിഞ്ഞിട്ടോ. എന്നാലും നല്ല ചൂടാണ്. നമുക്കിങ്ങനെ ഓരോ ബിൽഡിങ്ങിൻ്റെ തണലിലൂടെ ഇങ്ങനെ മെല്ലെ പോവാം. അവിടെ അടുത്തുള്ള ഷോപ്പിൽ തന്നെയാണ് പോകണം, ദൂരെയൊന്നും പോകണില്ല കേട്ടോ. കുറവുണ്ട്. ഇന്നലെയൊക്കെ എനിക്ക് തോന്നുന്നു ഇതിലാറെ ചൂടുണ്ടായിരുന്നു. ഇന്ന് കമ്പാരിറ്റീവ്ലി കുറവാണ് ചൂട്, കൊള്ളാവുന്നതേ ഉള്ളൂ. മോൾക്ക് നടക്കണം എന്നാട്ടോ പറയുന്നത്, എടുക്കണ്ട നടന്നാൽ മതി എന്നാണ് പറയണത്. കുട്ടികൾ ഈ ഒരു പ്രായമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ എടുക്കാനൊന്നും അവർ സമ്മതിക്കില്ല കേട്ടോ. അധികം അവർക്ക് സ്വന്തമായിട്ട് നടക്കേണ്ടി വരും. അങ്ങനെ ഇതാ നമ്മളിവിടെ അടുത്തുള്ള ഡേ ടു ഡേൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. എനിക്കിവിടെ വരാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ക്യൂട്ടായിട്ടുള്ള കുറേ കുട്ടി സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് കിട്ടും. അതുകൊണ്ട് തന്നെ ഞാനിടയ്ക്ക് ഇവിടെ ഇങ്ങനെ വരാറുണ്ട്. ചിലപ്പോൾ അങ്ങനെ ഒന്നും വാങ്ങുമൊന്നുമില്ല കേട്ടോ, ചിലപ്പോൾ വെറുതെ ഇങ്ങനെ വരും. ഇവിടെ എത്തിയപ്പോൾ ആൾക്ക് ഉഷാറായിട്ടോ. ഇതൊക്കെ വേണമെന്നാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ ആ വാ കം. ഇതുപോലുള്ള ക്യൂട്ടായിട്ടുള്ള കുറേ ഫ്ലവേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. എൻ്റെ മെയിൻ പരിപാടി ഇതൊക്കെ നോക്കുക എന്നുള്ളതാണ്.
അതുപോലത്തെ കുറേ ഹോം ഡെക്കോറൊക്കെ ഉണ്ടാകും. ഇതിനൊക്കെ ഏകദേശം 11-12 അങ്ങനെയൊക്കെയാണ് കേട്ടോ, ദിർഹം അങ്ങനെയൊക്കെയാണ് കേട്ടോ പ്രൈസ് വരുന്നത്. ഇതെന്താ ഇതെന്താ? ഓറഞ്ച്. ഇപ്പോ ബനാന എവിടെ? ബനാന. ഗുഡ് ഗേൾ. ഇനിയിപ്പോൾ ഇവിടുന്ന് ഇവളെ എങ്ങനെ കൊണ്ടുപോകും എന്നുള്ള ടെൻഷനിലാണ്ട് ഞാൻ. ലാസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒരെണ്ണൊക്കെ മേടിച്ചു കൊടുത്തിട്ട് മെല്ലെ അങ്ങോട്ട് എടുത്ത് കൊണ്ടുപോകണം. ഇതുപോലുള്ള ബുക്കുകൾ ഞാൻ വാങ്ങാറുണ്ട് കേട്ടോ, റോമോൾക്ക് ഇങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട്, പറഞ്ഞു കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട്. നമുക്ക് പോവാ. ബാഗ് വേണോ? ബാഗ് വേണോ? വേണോ? വാങ്ങിത്തരാം. ഇതിലേതാ വേണ്ട റുവക്ക്? ഏത് ബാഗാ വേണ്ട? റുവക്ക് ഇതുപോലൊരു ബാഗ് ഞങ്ങൾ ഇന്നാള് മേടിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ നാട്ടിൽ മറന്നു വെച്ചിട്ടാ. അതാണോ വേണ്ടേ? ഇതാ. അങ്ങനെ ഇതാ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനി നമുക്കൊരു ഐസ്ക്രീം കഴിക്കാൻ പോവാം. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു കടയുണ്ട്, അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ഒരു ഐസ്ക്രീം കഴിക്കാം. യമ്മി. ഐസ്ക്രീം കിട്ടിയ സന്തോഷ? ഐസ്ക്രീം കിട്ടിയ സന്തോഷ പാട്ടൊക്കെ പാടണേ? വേറെ പാട്ടറിയോ? വേറെ പാട്ടറിയോ? അപ്പോ ക്ലീൻ ആക്ക്. വാ. വാ പോവല്ലേ ഇനി, വാ കം. അപ്പൊ നമ്മളിവിടെ നിന്ന് ഇറങ്ങാണേ. വാ വാ വാ. അത് കഴിഞ്ഞിതാ ഞാനൊരു ഗ്രോസറി കയറി കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ വാങ്ങി. വാ പോവാ. വാ മമ്മി പോവാണ് കേട്ടോ. ബൈ. കറക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനും റൂമും വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെയാണ്. ചെറിയൊരു കറക്കം, ഞങ്ങളൊരു നോർമൽ ഡേ കേട്ടോ, അത്രേ ഉള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ പ്രായം ഒരു കുട്ടികളെയും കൊണ്ട് പുറത്ത് പോകുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം കേട്ടോ. കാരണം ഇങ്ങോട്ട് പിടിച്ചാൽ അങ്ങോട്ട് പോണ പ്രായമാണ്. പിന്നെ വാശി കാണിക്കും, കുറുമ്പ് കാണിക്കും, അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യും കേട്ടോ. ഇതൊക്കെ റുവയും ചെയ്യാറുണ്ട്. വലിയ കുറുമ്പൊന്നും കാണിക്കില്ല, എന്നാലും ചില സമയങ്ങൾക്ക് അവക്കും അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. കാരണം അവരുടെ പ്രായം അതാണ്. അപ്പോൾ അതിനനുസരിച്ചൊക്കെയുള്ള ഓരോരോ കുരുത്തക്കേടുകളൊക്കെ അവരുടെ കയ്യിലുണ്ടാവും. നമ്മളൊക്കെ അങ്ങനെ തന്നെയല്ലേ വളർന്നു വന്നത്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു മക്കളൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ പെൺകുട്ടികളുടെ കാര്യം വെക്കുകയാണെങ്കിൽ കൂടുതൽ അവർ ഒതുങ്ങി കൂടാൻ നോക്കും. പക്ഷെ അവർക്ക് ഉള്ളിൽ ഭയങ്കര വിഷമമായിരിക്കും, ഞാൻ പുറത്തൊന്നും പോകാൻ പറ്റുന്നില്ലല്ലോ, ഇപ്പം മോളെയും കൊണ്ട് പോയാൽ കുഞ്ഞിനെയും കൊണ്ട് പോയാൽ എങ്ങനെയായിരിക്കും, ബുദ്ധിമുട്ടാവില്ലേ, അങ്ങനെയൊക്കെ ആയിരിക്കും. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് അവരും നമ്മളും ഒരുമിച്ച് അത് എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. മാതൃത്വത്തിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അത് എല്ലാവർക്കും ഉള്ളതാണ്, എല്ലാവരുടെ ലൈഫിലും ഉള്ള ഒരു കാര്യമാണ്. അതൊക്കെ മാക്സിമം നമ്മൾ എൻജോയ് ചെയ്യുക. കാരണം ഇനി ഈ ഒരു പ്രായം ഇതൊന്നും നമുക്ക് ഇനി തിരിച്ചൊന്നും കിട്ടൂല. അപ്പോൾ ഉള്ള മൊമെൻറ്റുകൾ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ പുറത്തൊക്കെ പോവുക, എക്സ്പ്ലോർ ചെയ്യുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ ഇതാ ഈ വ്ളോഗിന് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.